ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എത്തിയത് മലപ്പുറം ജില്ലയിലെ കോയി ഫിഷ് ബാങ്കരൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു 4 വർഷം മുന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ മെയിൻ ആയിട്ട് കോയിക്കാർപ്പാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ചെറിയ സൈസ് മുതലുള്ള വലിയ 2 അടി വരെ വലിപ്പമുള്ള കോയിക്കാർപ്പുകൾ ഇവിടെ ഏത് സമയത്തും സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറെ നമ്മൾ കോയിക്കാർപ്പുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ കുറെ പോണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റം ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെയുള്ള ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇവിടുന്ന് കൊടുക്കുന്നതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോയിക്കാർപ്പുകൾ നോക്കാം. അപ്പൊ ഇത് എത്ര മുതൽക്ക് ഇവിടെ കോയിക്കാർപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിലൊക്കെ റേഞ്ച്? നമുക്ക് ഇവിടെ വരുന്നത് 180 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 180 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. നമുക്കിന്ന് ആദ്യം ഈ ടാങ്കിലുള്ള ആ ചെറിയ സൈസിലുള്ള കാർപ്പുകൾ നോക്കാം. കുറച്ചുകൂടി അപ്പൊ നമുക്ക് ആദ്യം ഈ ചെറുത് ഐറ്റംസ് നോക്കില്ല. ചെറുത് നോക്കാം. അപ്പൊ കുറച്ച് പിടിച്ചിട്ടുണ്ടല്ലേ? ചെറുതാണ് പിടിച്ചിട്ടുള്ളത്. ഇതിപ്പോ എത്ര ഇഞ്ചിന്റെ ആണ് ഇപ്പൊ എടുക്കുന്നത്? ഇത് 5 ഇഞ്ച് സൈസ് ആണല്ലോ. 5 ഇഞ്ച് സൈസിന്റെ അല്ലേ? ഏതൊക്കെ ഐറ്റം ഇതിലുള്ളത്? ഇതിലെല്ലാ ഐറ്റംസ് ഉണ്ട്. കോഹക്കുണ്ട്, ഷോ ഉണ്ട്. ഇത് നമുക്ക് സുഷി വെറൈറ്റി വരുന്നതാണ്. സുഷി ഒരു ടച്ച് വരുന്ന യെല്ലോ വരുന്നത്. സ്കെയിൽലെസ് ആണ് എടുത്തത്. സ്കെയിൽലെസ്. ഇത് നമുക്ക് ഷോവ വെറൈറ്റി. ഇത് ഷോവ വെറൈറ്റി അല്ലേ? അതില് 3 കളർ ആയിട്ടുണ്ട്. 3 കളർ. ഇത് നമുക്ക് വൈറ്റ് വരുന്നത് ഓഗോണ, പ്ലാറ്റിനം ഓഗോണ എന്ന് പറയാം. അല്ല, ഇത് ഇയർ കാണിക്കുന്നത് ബട്ടർഫ്ലൈ വെയിൽ ടൈലാണ്. വലിയ ടൈലാണ്. നല്ല രസല്ലേ? പിന്നൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല എന്താ പ്ലാറ്റിനം കളർ വരുന്നത്? പ്ലാറ്റിനം ഓഗോണ. ഇത് യെല്ലോ ബട്ടർഫ്ലൈ. സിൽവർ മെറ്റാലിക്. ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയിൽ വരുന്നത്. ഇത് ഏതത്? അത് കുജാക്കോ. ഇത് കാണിക്കുന്നത് അത് ഷോവ ടൈപ്പ്. സാങ്കേ ഷോവ എന്ന് പറയും. അത് ഹയൂസിരി. ഒരു പ്രത്യേക കളറല്ലേ? അതെ. ഇത് വരുന്നത് അത് സെയിം ഹയൂസിരി. നമുക്ക് വരുന്നത് ബെക്കോ. ബ്ലാക്കും വൈറ്റും ബെക്കോട്ട്. ബെക്കോ. അടുത്തത് പിന്നെ വരുന്നത് നമുക്ക് ഏതാണ്? കുജാക്കോ ബട്ടർഫ്ലൈ. പിന്നെ ഏകദേശം സെയിം പാറ്റേൺ ആണ്. സെയിം തന്നെ കുജാക്കോ ബട്ടർഫ്ലൈ. ഇതൊക്കെ ഏതാണ് ഐറ്റം പറഞ്ഞില്ല? ഇത് നമുക്ക് വരുന്നത് ജപ്പാന്റെ ബ്രീഡാണ്. ബ്രീഡാണ്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതല്ല, ഇവിടുത്തെ ബ്രീഡാണ്. അപ്പൊ എങ്ങനെയാണത്? മൊത്തമായിട്ടാണോ കൊടുക്കുന്നത്? ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത്. ഹോൾസെയിലായിട്ട് മിനിമം 10 പീസ്. 10 പീസ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്.
എല്ലാം ഒരേ സൈസിലല്ലേ അപ്പൊ ഇവിടെ എടുത്ത് കാണിച്ചത്? ആ ലാർജ് സൈസ്, എല്ലാം 5 ഇഞ്ച് സൈസ്. ഇനി അടുത്ത ടാങ്കില് ഇതിലിപ്പോ ഏതാണ് സൈസിൽ? ഇത് നമ്മൾ 7 ഇഞ്ച് സൈസ് ആണ്. 7 ഇഞ്ച് സൈസിലുള്ള അപ്പം ഇതൊന്ന് പോരാ അല്ലേ? ആ നേരത്തെ കാണിച്ചതിന്റെ 7 ഇഞ്ച് സൈസിലുള്ള അത് നമുക്ക് വരുന്നത് ഷിറോ ഉസ്രി. വൈറ്റും ബ്ലാക്കും. അപ്പൊ ആദ്യം ഏതെടുക്കാൻ പോകുന്നത്? അത് നമ്മള് ഷിറോ ഉസ്രി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? അടുത്തെടുക്കണേ? അടുത്ത് നമ്മൾ നേരത്തെ യെല്ലോ ഓഗോൺ, യമബുഗി ഓഗോൺ എന്നൊക്കെ പറയും. ഇനി അതിന്റെ തന്നെ ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് ആണ് ഇത്. വൈറ്റ് ടൈലായിട്ട് നല്ല ഭംഗിയാണ്, സൂപ്പർ. പിന്നെ നമുക്ക് അതിന്റെ തന്നെ പ്ലാറ്റിനം ഓഗോൺ നേരത്തെ എടുത്തതിന്റെ. ഇത് നമുക്ക് വരുന്നത് ഒറ്റ പുള്ളി നെറ്റിയിലേറ്റ് ടാൻജോ എന്ന് പറയും. ഇത് അടുത്ത് തന്നെ ബെക്കോ അതിൽ തന്നെ. ബെക്കോ വരുന്നു. ഇതൊരു സുഷി ടച്ച് ഉള്ള ഒരു ഓറഞ്ച് കളർ, സുഷുയി എന്ന് പറയും. ഇത് നമുക്ക് യമബുഗിയിൽ തന്നെ വരുന്നത്. ഇത് ജിൻറിൻ ടൈപ്പ്, ഗ്ലേസിംഗ് ആയിട്ട് വരുന്നത്. ചെറുതിലെടുത്ത് ഏകദേശം അതിലുണ്ട ഇല്ല അല്ല, അതിലില്ലാത്തൊക്കെ ഇതിലുണ്ടാവും വേറെ വെറൈറ്റി. ഷിറോ അതേപോലെ ഇതന്നെ നമ്മൾ നേരത്തെ എടുത്ത ഷിറോന്റെ വേറെ ഒരു വെറൈറ്റി ആണ്. ഇത് ഷിറോ ഷിറിന്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുള്ളത്. അല്ല, ഇത് നോർമൽ മെറ്റാലിക് സിൽവർ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ. ഇതിലിനി ഇതുണ്ട്, സാങ്ക്യ ഉണ്ട്, നല്ല അടിപൊളി സാങ്ക്യ. നല്ല അടിപൊളി സാങ്ക്യ ഷോവ എന്ന് പറഞ്ഞ അതിന്റെ വേറെ ടൈപ്പ്. വലിയ സൈസ് ആകുമ്പോ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നല്ല സൈസ് വരുന്നതാണ്. ഇതിന്റെ തന്നെ വലുത് നമുക്കുണ്ട്, കാണിക്കാം. ഇതിൽ ഏകദേശം എല്ലാം കാണിച്ചു. ഇതില് നമ്മൾ നേരത്തെ കാണിച്ച കോഹക്ക ഉണ്ട്. കോഹക്ക നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കോഹക്കന്റെ വലുതിന്റെ ടൈപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ കോഹക്കയില് വരുന്ന ടൈപ്പാണ്. നേരത്തെ കാണിച്ച നമ്മൾ ഐസ്റ്റിന്റെ അതിന്റെ വേറെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള. ഇതന്നെ ജിൻറിന്റെ അടിപൊളി. എല്ലാം നല്ല ഫിഷസ് ആണ്. ഇത് ബൾക്കായിട്ട് 10 പീസ് മിനിമം എടുക്കണം. ജോഡിയായിട്ട് ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കാൻ. പക്ഷെ നമുക്ക് ഡയറക്റ്റ് വന്നെടുക്കേണ്ടി വരും, കൊറിയർ ചെയ്യാൻ കഴിയില്ല. വന്നെടുക്കണവർക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. കൊറിയർ ചെയ്യണമെങ്കിൽ മിനിമം 10 പീസ് ഒരു ആവറേജ് ക്വാണ്ടിറ്റി വേണം. എല്ലാം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത്. അതാ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ, നല്ല ക്വാളിറ്റി, നല്ല കളർഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷസ് ആണ് നമ്മുടെ കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ പ്ലാറ്റിനം ഓഗോൺ. ഇതില് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ടൈലുള്ളതും ടൈലില്ലാത്തതും വരുന്നത്. ഇത് വെൽ ടൈൽ വരുന്നത്. ഇതാകുമ്പോ നോർമൽ ടൈല്. നല്ല വെറൈറ്റി ആണ്.
ഇതിപ്പോ എത്ര ഇഞ്ച് കാണിച്ചപ്പോ? ഇത് 6 to 7 ഇഞ്ച് തന്നെ. 7 ഇഞ്ച് വരുന്നു. ഇതൊക്കെ 7 ഇഞ്ച് വരുന്നു. 6 to 7 ഇഞ്ച്. നല്ല കുറച്ചുകൂടി സൈസ് ആകുമ്പോ നല്ല വെയിലത്തെ വരും അല്ലേ? നല്ല ഭംഗിയുണ്ടോ? നല്ല ഭംഗി വരും. നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡ്. റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്, രണ്ടിലും വ്യത്യാസം വരുന്നുണ്ടോ? സൈസ് ആ സൈസിൽ ഇല്ല ഇല്ല സെയിം റേറ്റ് ആണ്. റേറ്റിനാ വരുന്നത്. നമ്മളിപ്പോ ഇവിടെ എത്ര ടാങ്കിലിപ്പോ സെറ്റ് ആക്കിയുള്ളത്? ഇവിടെ നമ്മളിവിടെ മെയിനായിട്ട് വലിയ 3 ടാങ്കാണ്. ഇത് എത്ര ടാങ്കാണ്? ഇത് പിന്നെ ഏകദേശം ഒരു 10-15 അടിയോളം സൈസുള്ള. പിന്നെ ഇവിടെ വലിയ ടാങ്കുണ്ട്. അപ്പുറത്ത് പിന്നെ അതിന്റെ 7 ഇഞ്ച് പ്ലസ് ടാങ്കുകൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ഫുൾ ഫിൽട്രേഷൻ. അതെ, ഇവിടെ നമ്മള് ഫുൾ ഫിൽട്രേഷനിലാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പൊ ചെറിയ സൈസ് ഉള്ള എടുക്കുമ്പോ നമുക്ക് എത്ര ഇപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല ടാങ്കിലൊക്കെ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എത്ര 3-4 ഇഞ്ച് അല്ലേ? ഇത് 5 ഇഞ്ച്. ഇതൊക്കെ നമുക്കിപ്പോ നമ്മൾ നേരത്തെ കാണിച്ച ഒരു അടി ആ ഒരു സൈസിലേക്ക് എത്തണമെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ വലിയ ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സൈസിലേക്ക് വരും. ടാങ്ക് വേണം, ഫിൽട്രേഷൻ ടാങ്ക് ഫിൽട്രേഷന് പിന്നെ കൊടുക്കുന്ന തീറ്റ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ടാങ്ക് അതാണ് ആദ്യം അല്ലേ? അത് വലിയ സൈസ് ആക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. ടാങ്ക് വലിയ ടാങ്ക് ആണെങ്കിൽ പെട്ടെന്ന് സൈസിലേക്ക് വരും. പിന്നെ ഫുഡ് ഏത് ഫുഡാണ് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മളിവിടെ കോയിപ്രോ എന്ന് പറഞ്ഞ ഫുഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. നല്ല മാർക്കിന്റെ അല്ലേ? ഇത് എത്ര നേരം ഇവിടെ കൊടുക്കല് എല്ലാത്തിനും? ഇത് നമ്മൾ 3 നേരം കൊടുക്കും. കുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ 3 നേരം കൊടുക്കും. നമ്മളിപ്പോ നേരത്തെ പിടിച്ചിട്ട് പോലും അവർക്ക് ആ പേടി ഇല്ലല്ലേ? ഇപ്പൊ ഫുഡ് കൊടുത്തപ്പോ വേഗം വന്നു. 4 നേരം കൊടുക്കും അല്ലേ? 3 നേരം നമ്മൾ ഇവിടെ കൊടുക്കുക. 4 നേരം കൊടുക്കുക. അളവ് കുറച്ചിട്ട് കൊടുക്കുക. ഈ വലിയ കാർപ്പുകളെ കണ്ടില്ല, ഇതിനൊക്കെ നമ്മള് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡിന് കെയർ ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും? ഇല്ല, വേണ്ട. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും വേണ്ട. ഹാൻഡ് ഫീഡിംഗ് ഒക്കെ ആയിട്ടുള്ളത് കയ്യിൽ വന്നെടുക്കും. പേടിച്ചിട്ടാണ് നല്ല പേരുണ്ട് അല്ലേ? ഈ വെള്ളത്തിലിപ്പോ കല്ലുപ്പോ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിലിപ്പോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വെള്ളം മാത്രം ഫിൽട്രേഷനിൽ നിർത്തി കഴിഞ്ഞാൽ 24 hours ഫിൽട്രേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, ഫിൽട്രേഷൻ ആണ് നമുക്ക് മെയിനായിട്ട് ഫിൽട്രേഷൻ നന്നായി കഴിഞ്ഞാൽ ഫിഷിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ആയിരിക്കും ഫിഷ്. ഇനി നമുക്ക് വലുത് നോക്കാം. ചെറുത് നോക്കിയാൽ അതിന്റെ വലുത്. ഇതാണ് നമ്മള് മാക്സിമം ഗ്രോത്ത് വരുന്നത്. ഇതിപ്പോ 2 feet സൈസായി. 2 അടി സൈസായി. അതെ. ഇത് ബ്ലാക്ക്, കർഷുകി ബ്ലാക്ക് എന്ന് പറയും. ഇത് മെയിലാ ഫീമെയിലാ കൊടുത്തിരിക്കുന്നത്? ഇത് മെയിലാണ് അല്ലേ? നല്ല സൈസായില്ലേ? എത്ര പ്രായം ഉണ്ടാവും ഇപ്പൊ ഇതിന്? ഇതിനൊരു 4 വർഷം ഉണ്ടാവും. 4 വയസ്സായി. എത്ര സൈസ് കൊടുന്ന അവിടെ? ഇത് നമ്മള് ചെറുതിൽ കൊടുന്നതാണ്. ഇത് നമുക്കൊന്ന് ശോഭന്റെ വലുത്. നല്ല ഫിഷ്, നല്ല ഫിഷ്. ഇത് 2 വർഷം 2 അടുത്തായി. അല്ല, ഇതൊക്കെ നമുക്കൊരു നല്ല പ്രൈസിന്, നല്ല റീസണബിൾ പ്രൈസിന് കൊടുക്കാം. നല്ല അഫോർഡബിൾ ആയിട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കൊറിയറായിട്ട് പോകാൻ പറ്റും. ഇതൊക്കെ പോകും. എല്ലാം പോകും. ഓൾ ഇന്ത്യ പോകും. കൊറിയറായിട്ട് അയക്കും. ഇത് വൈറ്റ് ജിൻട്രീനാണത്. നമ്മൾ നേരത്തെ ചെറുത് കണ്ടില്ലേ? അതിന്റെ വലുതാണ്.
എത്ര സൈസായി ഇപ്പത്? അതൊരു 1.5 അടി സൈസായി. 1.5 അടി സൈസ് അടുത്തായി. നമുക്ക് ഏകദേശം എത്ര വർഷം വേണം ഒരു അടിയൊക്കെ ആണെങ്കിൽ? ഒരടിക്ക് ഏകദേശം പെട്ടെന്നാവും. ഒരു 8 മാസം കൊണ്ട് തന്നെ ഒരടിന് മേലെ സൈസാവും. പിന്നെ കുറച്ച് സമയം ഗ്രോത്ത് കുറയും. ഇതൊക്കെ ഇപ്പൊ ഈ ഷോവൊക്കെ നമുക്ക് ഇപ്പോ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 1 വർഷം ആവും. 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. സൈസിലേക്ക് എത്തി. ഇത് കുജാക്കോ നമ്മളത് ചേർത്ത് കണ്ടില്ലേ? കുജാക്കോ അതിന്റെ വലുത്. ഇത് സെയിം ഏജാ. ഈ ഷോവന്റെ സെയിം ഏജാണ്. സെയിം തന്നെയാണ്. അതൊക്കെ രണ്ടും ഒരേ ബാച്ചാണ്. ഇതൊക്കെ ഒരേ ബാച്ചിലുള്ളതാണ്. അതെ. സൈസ് വെക്കുമ്പോൾ അതിന്റെ ഭംഗിയൊക്കെ എല്ലാ സൈസ് വെക്കുമ്പോ എല്ലാം പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ സുഷുവിന്റെ അതിന്റെ വലുത്. ഇത് വന്നിട്ട് 1 അടിന്റെ മേലായി. ഇത് കുക്കുരിയോ. ഇത് തന്നെ അതിന്റെ സുഷുവിന്റെ യെല്ലോ ആയിരുന്നു. എല്ലാ വെറൈറ്റി ആയിരുന്നു. ഇതൊക്കെ 1 അടി പ്ലസ് ആണ്. ഇതൊക്കെ നല്ല വെറൈറ്റി പാറ്റേണുകളാണ്. സാധാരണ അങ്ങനെ കാണാത്ത പാറ്റേണുകളാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല, സാങ്കേ ഷോവിന്റെ വലുതാണ്. സാങ്കേ ഷോവിന്റെ 1 അടി പ്ലസ്. ഇവരെല്ലാരും ഒരേ ബാച്ചാണ്. ഒരേ ബാച്ചാണ്. ഇത് നമ്മള് നേരത്തെ കണ്ടില്ലേ, നമ്മള് ഷിറോസുരിന്റെ ഒക്കെ അതിന്റെ പാറ്റേൺ. അതിന്റെ വൈറ്റും ബ്ലാക്ക് ആയിട്ടുള്ള അതിന്റെ വലുതാണ്. 1 അടി പ്ലസ്. അതെ. ഇത് നമുക്ക് വരുന്നത് ബട്ടർഫ്ലൈയില് വലിയ സൈസ്. നല്ല യെല്ലോ, ഓറഞ്ച്, വലിയ ടൈലാണ്. ഇത് ഇനി വലിയ ഇത് വലുതാവും. ടൈല് വലുതാവും. ബോഡിയൊക്കെ വലുതാണനുസരിച്ച് ടൈലിന് സൈസ് വരും. ഇതിപ്പോ 1 അടിന്റെ അടുത്തായതാ. ഇത് ഏകദേശം 1 അടി സൈസ്. പക്ഷെ ഇത് ബട്ടർഫ്ലൈയില് മറ്റുള്ള മാതിരിയുള്ള ഒരു ഷേപ്പ് വരില്ല അല്ലേ? ഇല്ല, അത് വേറെ തന്നെ ഷേപ്പ്. ഒരു ബോഡി സ്കൾപ്ചർ. അത് ബോഡി ചെറുതായിട്ട് ടൈല് വലുതായിട്ട് അങ്ങനെ വരുന്നത്. അതാണ് എന്റെ പ്രത്യേകത. അടുത്തത് ഇതാണ് കബൂട്ടോ. അതില് ഏത് കളറാണത്? അതില് യെല്ലോ ബ്ലാക്ക് ഉണ്ട്, ഓറഞ്ച് ബ്ലാക്ക് ഉണ്ട്. ഈ കളർ മാത്രം വേറെ ഇല്ലേ ഇതില്? എത്ര ഇതാണിത് ഇപ്പൊ? ഇത് 10 to 12 ഇഞ്ചാണ്. 1 അടി അടുത്താണ്. ഒരു പാറ്റേൺ ആയാലും പ്രത്യേകത അല്ലേ? ഇതും ബോഡി സ്കൾപ്ചർ ആയിട്ടാ മറ്റേ മാതിരിയുള്ള അതൊക്കെ ആ കളർ ആയതുകൊണ്ട് അങ്ങനെ ആണ് വരുന്നത്. കളറിന് ബ്ലാക്ക് സൈഡൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ. ഇത് നമ്മൾ മെറ്റാലിക് ടൈപ്പില് എല്ലാ വെറൈറ്റി ഉണ്ട്. ഇതിൽ വേറെ അതിൽ പെടാത്ത ജിൻഡ്രീന് നമ്മൾ ഓറഞ്ച് ജിൻഡ്രീൻ, ആ തിളക്കുള്ള ടൈപ്പ് നമ്മൾ നേരത്തെ ചെറുതിൽ കണ്ടില്ലേ, അതിന്റെ എല്ലോ. ഇത് പിന്നെ നോർമൽ എല്ലോ നമ്മൾ 15-12 സൈസിലേക്ക്.
ഇത് ഇട്ടത് ഇത് കൊഹാക്കോ സ്കെയിൽലെസ് കൊഹാക്കോ വരുന്നത്. അത് 10 ഇഞ്ച് പ്ലസ് 12 ഇഞ്ച് 12 അതിൽപ്പെട്ടത് ഷിറോസ്ത്രീ ഷിറോസ്ത്രീയില് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിന്റെ തന്നെ ആ സൈസിൽ ഈ സൈസിൽ. അതെ. പിന്നെ ഷേപ്പ് വരുന്നത് അതിട്ട് ഇപ്പൊ ജെൻട്രീനാണ് ഇത് ജെൻട്രീൻ തന്നെ വരുന്നത്. ഇത് ജെൻട്രീൻ. നമുക്ക് ഫിൽട്രേഷൻ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണിക്കാം. ഫിൽട്രേഷന് ആവശ്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് ഇൻസ്റ്റാളേഷൻ ഉണ്ട്. വേണമെങ്കിൽ ഫിൽറ്റർ തനിയെ വേണമെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഒപ്റ്റിമം ഹൈപ്രോ ആണ് ഇത് വരുന്നത്. കോയിപ്രോ ഫുഡ് വരുന്നുണ്ട്. ഇത് പറഞ്ഞ സബ്മെർസിബിൾ പമ്പ്. ഇതിന്റെ എല്ലാ മോഡലും നമ്മുടെ അടുത്തുണ്ട്, ചെറുതും വലുതും. ഇത് ഓൺലൈനായിട്ട് ഉണ്ട്. ഇതുണ്ട് ഓൺലൈനായിട്ട്. വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് മുഖാന്തരം ഇത് നമുക്ക് ഓർഡർ എടുത്താൽ ഡെലിവറി കൊടുക്കും. ഇത് 1.5 കിലോ. ഇതൊരു കിലോ. ഹൈപ്രോന്റെ സ്മോൾ സൈസ് പെല്ലറ്റ് ആണത്. സ്മോൾ പെല്ലറ്റ് സൈസ്. പെല്ലറ്റ് സൈസ് സ്മോൾ. അതെ. ഇത് മീഡിയം 5 to 6 mm. അതെ. ഇതിന് ലാർജ് ആണ്. 8 to 6. അതെ, വലിയ സൈസിന് കൊടുക്കാൻ എല്ലാ സൈസും നമ്മൾക്കുണ്ട്. ഇത് മീഡിയം പെല്ലറ്റ് ആണ്. ഇത് കോയിപ്രോ. ഇത് മീഡിയം പെല്ലറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് കോയിപ്രോ. അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇതാണ് പോകുന്നത് ഈ ഫുഡ്. ഇത് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് പ്രൈസ് ആണ്. പിന്നെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. പ്രോട്ടീൻ കണ്ടന്റ് 43%. ഇത് ഫ്ലോട്ടിംഗ് ആയിട്ട് ഇതൊക്കെ നിങ്ങളെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതെ. കോയിപ്രോ നമുക്ക് മീഷോ, ആമസോണ്, ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും ഉണ്ട്. ഓർഡർ എടുക്കാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് ഓർഡർ തരികയാണെങ്കിൽ നമുക്ക് വിത്തിൻ 24 hours ഇവിടുന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റും. നേരിട്ട് വന്ന് മേടിക്കും. ഇത് നമുക്ക് ഫിൽട്രേഷൻ. ഇത് UV ഫിൽറ്ററാണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇത് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ക്ലീനിങ് പ്രോസസ്സ് എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ നമുക്കിത് കാണിക്കാം. ഇത് എങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോ എത്ര ലിറ്റർ ടാങ്കിലേക്ക് ഉപയോഗിക്കണമെന്നുള്ളത്? ഇത് നമുക്ക് ഒരു 2000-2500 ലിറ്റർ വരെയൊക്കെ ഉപയോഗിക്കാം. 2500 ലിറ്റർ ടാങ്കിലേക്ക് ഉപയോഗിക്കാം. UV ഫിൽറ്ററാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് നമുക്ക് ഇതില് പോണ്ടെന്ന് വരുന്ന വെള്ളത്തിൽ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. പമ്പ് എന്നുള്ള ഡയറക്റ്റ് പമ്പ് ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളം കിട്ടും. ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഡ്രെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ വാൾവ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ലിവർ വരും. ഈ ലിവർ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. പമ്പ് ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ അങ്ങോട്ട് ഡ്രെയിൻ വാൾവ് ഇങ്ങോട്ട് തിരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തോടെ വേസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് UV ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ലൈറ്റ് ഇങ്ങനെ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ വരും UV ഓൺ ആയി കഴിഞ്ഞാൽ. ഇതാണ് UV. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് UV ഇൻക്ലൂഡ് ആണ് ഫിൽറ്ററില്. നമുക്ക് വെള്ളത്തിൽ ആൽഗ കാര്യങ്ങള് ഒന്ന് റെഡ്യൂസ് ചെയ്യാനുള്ളതാണ് ഇത്. കിട്ടും. പിന്നെ എപ്പോഴും അല്ലാതെ തന്നെ ആൽഗ ഇല്ലെങ്കിൽ തന്നെ വെള്ളം എപ്പോഴും നല്ല ക്ലാരിറ്റിയിൽ നിൽക്കും UV ഉള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് അൺവാണ്ടഡ് ബാക്ടീരിയാസ് ഒക്കെ ഇതിൽ പോവും. UV ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കളയാൻ പറ്റും.
ഫിഷിന് ഉപദ്രവകാരികളായ ബാക്ടീരിയകളൊക്കെ നമുക്ക്. ഇത് എത്ര വാട്ട്സാണ് ഇപ്പൊ ശരിക്കും വേണ്ടത് കറണ്ട്? ഇതിപ്പോ 9 വാട്ട് UV ആണ് ഇതില്. 9 വാട്ട് അത്ര മതി. 9 വാട്ട്. ഇത് ചെറിയ പോണ്ടൊക്കെ മതി. ഇതിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് പോണ്ട് സൈസ് കൂടുന്നതനുസരിച്ച് ഫിൽറ്ററിന്റെ കപ്പാസിറ്റിയും UV ഒക്കെ വാട്ട്സ് കൂടും. അങ്ങനെയാണ് വരാം. ഓപ്പൺ ചെയ്യാനൊക്കെ എളുപ്പല്ലേ? ഓപ്പൺ ചെയ്യാൻ ഈസിയാണ്. നിങ്ങൾ തുറന്നു കഴിഞ്ഞാല് ഇതാണ് അതിന്റെ ഫിൽട്രേഷൻ. സ്പോഞ്ച് ബയോ സ്പോഞ്ച് ആണ്. യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇടക്ക് ഒരുപാട് പിന്നെ ഒരു മന്ത്ലി അല്ലെങ്കിൽ 2 months ഒക്കെ കൂടുമ്പോൾ ഇതൊന്ന് എടുത്ത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കും. ഇതുണ്ട്. ഇതെടുക്കാൻ പറ്റും. ഇവിടെ ഒരു സ്പൂൺ ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് കിട്ടും. ഈ സ്പോഞ്ച് ഒക്കെ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാല് നല്ലതാണ്. പിന്നെ ഇതിന്റെ ഒരു ഇത് വരുന്നുണ്ട്, വാഷർ വരുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കണം. ഇതിൽ ലീക്ക് വരും. ഇത് കറക്റ്റ് ഇതിൽ ഇട്ടിട്ട് നമുക്ക് ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ വാഷർ ഇത് നമ്മൾ എടുത്തിട്ട് അതുപോലെ തന്നെ ഇടണം. കറക്റ്റായിട്ട് വെക്കണം. ഇതിന്റെ ഈ ഇതേ ഗ്യാപ്പിൽ തന്നെ അതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി. എന്നിട്ട് ഈ ലോക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അത്രേ ഉള്ളൂ. സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നത്. ഇതിലിപ്പോ ഓരോ പാർട്സുകളൊക്കെ നമുക്ക് മാറ്റി കിട്ടാൻ പറ്റും. ഇതിന്റെ എല്ലാ പാർട്സും നമുക്ക് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി, എല്ലാം കിട്ടും. UV ലൈറ്റ് മാറണമെങ്കിൽ UV ലൈറ്റ് കിട്ടും. അതിന്റെ സ്പോഞ്ച് ആണെങ്കിൽ അത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് മാറാം. എല്ലാ സാധനം കിട്ടും. എല്ലാ സാധനം നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് അതിന്റെ വലുതാണ്. ഇത് നമുക്കൊരു 5000 ലിറ്റർ ഒക്കെ കൊടുക്കാം. നമുക്ക് 1000 ലിറ്റർ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് മോട്ടർ ആകുമ്പോൾ ഇത് ലിറ്ററിനനുസരിച്ച് ഇത് വലിയ മോട്ടർ കൊടുക്കണം. ഇതിലേക്ക് ഈ മോട്ടർ മതി. ഇത് നമുക്ക് ഒരു 2500 ലിറ്റർ വരെയൊക്കെ വലിക്കാൻ പറ്റുന്ന ഇത് 3800 ലിറ്റർ പെർ ഹവറിൽ വലിക്കുന്ന മോട്ടറാണ്. ഇത് സബ്മേഴ്സിബിൾ. അതെ, ഇതൊക്കെ നല്ല ബ്രാൻഡാണ്. ഇതൊക്കെ നമ്മുടെ തന്നെ വർഷങ്ങളായിട്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ്. യാതൊരു ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ വാട്സും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ സാധാരണ മാർക്കറ്റിലെ സബ്മേഴ്സിബിൾ പമ്പിനെ അപേക്ഷിച്ച് വളരെ വാട്സ് കുറവാണ്. ഇത് ആകെ വരുന്നത് 25 വാട്സ് ആണ്. ഇത് വരുന്നത് അത്രേ വരുന്നുള്ളൂ. 25 വാട്സ് ആകെ വരുന്നുള്ളൂ. ഇത് നമുക്ക് 24 hours വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വാട്സ് കുറഞ്ഞത് വെച്ചില്ലെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് വരും. ഇത് ഇപ്പോൾ 50,000 ലിറ്റർ ബോണ്ടൊക്കെ വരെ വെക്കാൻ പറ്റിയ ഫിൽറ്റർ നമ്മുടെ അടുത്തുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ ഇത് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഇൻസ്റ്റാളേഷൻ നമ്മൾ എത്തിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് അതിന്റെ സെയിം ബ്രാൻഡിന്റെ തന്നെ വലിയ പമ്പാണ്. ഇത് സബ്മേഴ്സിബിൾ പമ്പ് വലിയ പമ്പാണ്. ഇത് നമുക്ക് 16,000 ലിറ്റർ പെർ അവർ വലിക്കുന്ന പമ്പാണ്. 16,000 ലിറ്റർ വരെ ഔട്ട് ചെയ്യുന്ന പമ്പാണ്. JTP സീരീസ്. പിന്നെ ഡയറക്റ്റ് വരുന്ന ആളുകൾ എപ്പോഴും നമ്മളെ വിളിച്ചിട്ട് വരിക. കാരണം സ്റ്റോക്ക് ഒക്കെ കൺഫേം ചെയ്തതിന് ശേഷം വരിക. സ്റ്റോക്ക് മിക്കവാറും ദിവസം ഉണ്ടാവും. ഇൻ കേസ് സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ പിന്നെ ലോങ്ങിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ അങ്ങനെ വിളിച്ചിട്ട് എപ്പോഴും കൺഫേം ചെയ്തിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മളെ കോയി ഫിഷ് ഭയങ്കര നന്ദി അറിയിക്കുന്നു. നമ്മള് 6 വർഷമായിട്ട് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തിയെന്ന്. അപ്പൊ തുടർന്ന് നമ്മൾ എല്ലാവരും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ കോയി ഫിഷ് ഭയങ്കരത്തെ ഇപ്പോഴത്തെ സ്റ്റോക്കുകൾ? അപ്പോൾ അന്ന് അതിനേക്കാൾ ഒരുപാട് സ്റ്റോക്ക് അവൈലബിലിറ്റി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ചെറിയ സൈസ് മുതൽ 2 അടി സൈസ് വരെയുള്ള കോയിക്കാർപ്പുകൾ ഇപ്പോൾ അവൈലബിലിറ്റിയാണ്. പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നു. നമ്മുടെ ഇവിടുത്തെ മെഷീൻസ്, സബ്മറൈസിബിൾ പമ്പ്, UV ഫിൽറ്റർ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കൊറിയർ ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ വന്ന് ഇൻസ്റ്റാളേഷനും ഒക്കെ ചെയ്തു തരും.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കൊയ് ഫിഷ് ഭയങ്കര സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. എല്ലാവർക്കും ബൈ.